ലോകം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റത്തിനൊത്ത് സഞ്ചരിക്കാത്തതെല്ലാം അന്യം നിന്ന് പോകുന്നതായാണ് ചരിത്രം. അന്യം നിന്ന് പോകാതിരിക്കാൻ തങ്ങളുടെ വിശ്വാസവും പാരമ്പര്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനി സമൂഹം ഓരോ ദിവസവും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ യാത്രക്കിടയിൽ മാറി വരുന്ന ഗവൺമെൻറ്റുകളോട് ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്, ചില ആശങ്കകൾ പങ്കുവയ്ക്കാനുണ്ട്. ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു ക്രൈസ്തവ സമൂഹം മുൻപോട്ട് വയ്ക്കുന്ന ആശങ്കകളും നിർദ്ദേശങ്ങളും. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ശ്രീ വി സി സെബാസ്റ്റ്യൻ, സെക്രട്ടറി CBCI ലേറ്റി കമ്മീഷൻ, മുതിർന്ന മാധ്യമപ്രവർത്തകനും ദീപിക ഡൽഹി ബ്യൂറോ ചീഫുമായ ശ്രീ ജോർജ് കള്ളിവയലിൽ, അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് KPCC സെക്രട്ടറി, ശ്രീ ജോർജ് കുട്ടി അഗസ്തി, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ. ഈ ചർച്ചയുടെ ആരംഭത്തിൽ തന്നെ ലോകത്തെയും ഇന്ത്യയെയും ഒരു മഹാമാരി പോലെ പടർന്നു പിടിച്ചിരിക്കുന്ന കോവിഡിനെ ഓർത്തു വേദനയിലും കോവിഡിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളോടുമുള്ള പ്രാർത്ഥനയുടെ ഒരുമയിലും ഷെക്കീന TVയും ഒന്നിച്ചു ചേരുന്നു. നമ്മുടെ ഈ ചർച്ചയുടെ ആരംഭത്തിൽ ആദ്യത്തെ ചോദ്യം ശ്രീ ജോർജ് കള്ളുവയലിനോടാണ്. രണ്ടാമത്തെ ഒരു വേവ് വളരെ അപകടകരമായി, വളരെ വേദനയോടുകൂടി ഇന്ത്യ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും മനുഷ്യർ മരിച്ചു വീഴുന്നു. പ്രത്യേകിച്ച് ഡൽഹിയിലുള്ളൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എന്താണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ? പുതിയൊരു ഭരണകൂടം കേരളത്തിൽ ഭരിച്ചു തുടങ്ങുമ്പോൾ അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും കേരളത്തിലും സ്ഥിതി മോശമല്ല. ഡൽഹിയിലാണ് നമുക്കറിയാം വളരെ അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷം. ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പൊ പോലും ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഗുരുതര രോഗം ബാധിച്ച ഒരാൾക്ക് ചികിത്സ കിട്ടാൻ സാധ്യത പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. വളരെ ഗുരുതര, നമുക്കറിയാം ഓക്സിജന്റെ പ്രശ്നം വളരെ വഷളായിരുന്നു. ഇതൊക്കെ ആണെങ്കിലും ഈ രാജ്യത്ത് ജനങ്ങൾ വളരെ 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 പ്രതീക്ഷയോടുകൂടിയോ അല്ലെങ്കിൽ വളരെ ഉത്തമ വിശ്വാസത്തോടു കൂടി ആത്മ സംയമനത്തോടെ ഈ മഹാമാരിയെ നേരിടുന്നു എന്നത് കാണാൻ കഴിയും. ഭൂരിപക്ഷം ആളുകളും, ഈവൻ ഡൽഹി ഉത്തരേന്ത്യയിൽ പോലും ഇവിടെയുള്ള വളരെ പാവപ്പെട്ടവർ പോലും കേരളത്തിലേതുപോലെ തന്നെ വളരെ അവബോധത്തോടു കൂടി മാസ്ക് ധരിക്കുകയും ശുചിത്വം പാലിക്കുന്നതിലും ഈ രണ്ട് കാര്യങ്ങളില്ല. പക്ഷെ ആളകലം, ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയപ്പെടുന്ന ആളകലം പാലിക്കുന്നതിൽ എല്ലായിടത്തും പരാജയം വരുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഈ കോവിഡ് വ്യാപനം വളരെ രൂക്ഷമാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം നമുക്കറിയാം ഈ നോർത്ത് ഇന്ത്യയിലെ സാഹചര്യം വളരെ അടുത്ത് നിന്ന് കാണുന്ന ആളെന്നുള്ള നിലയ്ക്ക് മലയാളികളോട്, കേരളത്തിലുള്ള ആളുകളോട് അങ്ങേക്ക് വ്യക്തിപരമായി പറയാനുള്ള ചില ചിന്തകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഞാൻ ഡൽഹിയുടെ നഗരത്തിലാണ് താമസിക്കുന്നത്. എൻ്റെ 4 ചുറ്റും കോവിഡ് രോഗികളാണ്. ഞാൻ താമസിക്കുന്ന കോളനിയിൽ മാത്രം 100-ലേറെ ഫ്ളാറ്റുകളിൽ കോവിഡ് ബാധിതരുണ്ട്. ഇവിടെ ഞാൻ താമസിക്കുന്ന പല ടവറുകളുള്ള ഹൗസിംഗ് കോംപ്ലക്സ് ആണ്. ഡൽഹിയിലെ തന്നെ ഏറ്റവും കൂടുതൽ വലിയ ഹൗസിംഗ് കോംപ്ലക്സുകളുള്ള 2000 വീടുകളുള്ള ഒരു വലിയ ഹൗസിംഗ് കോളനിയിലാണ് താമസിക്കുന്നത്. ഇവിടെ ഓരോ ടവറിലും പോലീസിനെ നിർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട്. ആരെങ്കിലും ഒരാൾ അനാവശ്യമായി പുറത്തിറങ്ങുകയോ അനാവശ്യമായി മാസ്ക് ഉപയോഗിക്കാതെ കടന്നു വരികയോ ഒക്കെ ചെയ്താൽ അപ്പൊ തന്നെ പിടികൂടുകയും, അത്ര സ്ഥിതിവിശേഷം, അതായത് ഒരു ഈച്ച അനങ്ങുന്നത് പോലും കേൾക്കാനില്ല. ഒരു പക്ഷി അല്ലാതെ മറ്റൊന്നിന്റെയും ശബ്ദം ഇപ്പോൾ പുറത്തെ, അത്ര ഭയാനകമായ ഒരു സ്ഥിതിവിശേഷം. ഇതിലേക്ക് കേരളം എത്തിക്കരുത്. കേരളത്തിൽ നമുക്കറിയാം ആരോഗ്യ സംവിധാനങ്ങൾ കുറെ കൂടെ കൂടുതലുണ്ട്. നമുക്ക് കുറെ കൂടെ വിദ്യാഭ്യാസവും അവബോധവുമുള്ള ജനതയുണ്ട്. അത് പ്രയോജനപ്പെടുത്തുവാനും ഇപ്പൊ ഉണ്ടായിരിക്കുന്ന പാളിച്ചകളെ തിരുത്തുവാനും നമുക്ക് കഴിയണം. നമുക്കറിയാം എന്താ സംഭവിച്ചത്. കഴിഞ്ഞ ജനുവരി അവസാനത്തോടുകൂടി മാർച്ചോടുകൂടി കോവിഡ് കേസുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ നമ്മുടെ ഭയപ്പാടെല്ലാം അങ്ങ് മാറി. കല്യാണങ്ങൾക്കും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അതിനകത്ത് വലിയ പങ്ക് വഹിച്ചു. അവിടെയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഇന്നലത്തെ വിധി, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തൂക്കിക്കൊല്ലാൻ വിധിക്കേണ്ട സ്ഥിതിയാണ് എന്ന് പറയുന്ന അത്യധികം വളരെ വേദനാജനകമായ ഒരു പ്രഖ്യാപനം നടത്തേണ്ടി വരുന്നത്. ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇത് സംബന്ധിച്ച് കേസെടുത്ത് അറിയാം. സുപ്രീം കോടതി കേസെടുത്തിട്ട് ഒരാഴ്ചയായി, ഒന്നും ചെയ്തിട്ടില്ല. സ്വമേധയാ കേസെടുത്തെങ്കിലും മുകളിൽ നിന്ന് പിടി വന്നിരിക്കാം. ഈ നമ്മുടെ ഉന്നത നീതിപീഠങ്ങൾ എങ്ങനെ അതിൽ നിന്നും പിന്നെ അനക്കമില്ലാതെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അനങ്ങിയിട്ടില്ല. സുപ്രീം കോടതിയും ഡൽഹി ഹൈക്കോടതിയും ചോദിച്ച ഒരു പ്രധാന ചോദ്യമുണ്ട്. എന്താണ്
ഈ കോവിഡിനെ നേരിടാൻ ഓക്സിജൻ സപ്ലൈക്ക്, വെന്റിലേറ്ററിന്, ICU ബെഡുകൾക്ക്, സാധാരണ കിടക്കകൾക്ക്, ഈ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഈ കോവിഡിനെ എന്താണ് സർക്കാരിന് മുന്നിലുള്ള ഒരു പദ്ധതി? അതിന് കൃത്യമായ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രണ്ടിനു മുന്നിലും ഗവൺമെന്റ് കൈമലർത്തിയിരിക്കുകയാണ്. അതിന് കൂടുതൽ സമയം ചോദിച്ചിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ കൂടുതൽ സമയം ചോദിക്കാൻ പറ്റും. ഇത് യുദ്ധത്തെക്കാൾ വളരെ ഭീകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളെക്കാളും, എല്ലാ കലാപങ്ങളിലെ മരിച്ചവരെക്കാൾ കൂടുതൽ ആൾക്കാര്, 1,94,000 പേര്, ഏതാണ്ട് 2 ലക്ഷത്തോളം പേര് നമുക്ക് ബലി കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞിരിക്കുകയാണ്. 1,94,000 പേരുടെ മരണത്തിന് ഉത്തരവാദികളില്ലാതായിരിക്കും. ഇതിൽ പലരും കോവിഡ് മൂലമല്ല മരിച്ചത്, കോവിഡ് മൂലമുള്ള ചികിത്സ കിട്ടാതെയാണ് മരിച്ചത്. കോവിഡ് മൂലമുള്ള അവരിൽ നിന്ന് ജീവശ്വാസം, പ്രാണവായു കിട്ടാതെയാണ്. ഡൽഹിയിൽ നമുക്കറിയാം, ഗംഗാറാം ആശുപത്രി 20 പേര്, മറ്റൊരു ആശുപത്രി 14 പേര്, വേറൊരിടത്ത് 5 പേര്, നാസിക്കിലെ ആശുപത്രിയിൽ 24 പേര്. ഇവരൊക്കെ പ്രാണവായു കിട്ടാതെയാണ് മരിച്ചു. ഇതിന് ഉത്തരവാദികളില്ല. ഇവിടെ കയ്യും കെട്ടി നോക്കുകയാണ് ഭരണകൂടവും നമ്മുടെ കോടതികളും. ഒരു പക്ഷേ ഞാൻ കരുതുന്നു അടുത്ത കേരളം ഭരിക്കാൻ പോകുന്ന ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ശ്രദ്ധ വരേണ്ട ഒരു ഏരിയ തീർച്ചയായിട്ടും കോവിഡ് തന്നെയാണ്. ഞാൻ 100% വിശ്വസിക്കുന്നു ജോർജ് സാർ ഇപ്പോൾ പറഞ്ഞു വെച്ച ഈ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കാൻ പുതുതായി ഭരിക്കാൻ വരുന്നവർ, പുതിയതായി പ്രതിപക്ഷത്തുള്ളവർ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇപ്പോഴും പോലെ, എല്ലാ കാലത്തെയും പോലെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം പുതിയ മന്ത്രിസഭയും പുതിയ ഭരണ മുന്നണിയെയും കാണാൻ പോകുന്നത്. ഇടതുപക്ഷം ഭരിക്കുമോ വലതുപക്ഷം ഭരിക്കുമോ എന്നൊരു ചോദ്യമൊന്നുമില്ല. ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് നന്മയുണ്ടാവുക, ജനങ്ങൾക്ക് കുറച്ചും കൂടെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ പറ്റുക, സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റുക, അങ്ങനത്തെ ഒരു ഭരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2 പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ നമ്മുടെ ഇടയിലുണ്ട്. ഇവിടെ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ. കാലാകാലങ്ങളായി ക്രിസ്ത്യാനികൾ ധാരാളം ആവശ്യങ്ങൾ പറയുന്നുണ്ട്. പലപ്പോഴും ഉത്തരം കിട്ടാത്ത ധാരാളം ചോദ്യങ്ങളുടെ ഭാഗമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഞാൻ ശ്രീ VC സെബാസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ഭരണകൂടം ഭരണമേറ്റെടുക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നും ഉത്തരം കിട്ടാതെ ധാരാളം ചോദ്യങ്ങളുമായി ക്രിസ്ത്യൻ സമൂഹം കാത്തിരിക്കുകയാണ്. എന്താണ് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഈ രാഷ്ട്രീയ നേതാക്കളോട്, ഈ പാർട്ടികളോട് VC സെബാസ്റ്റ്യൻ സാറിന് പറയാനുള്ളത്? ഏറെ പ്രസക്തമായ ഒരു വിഷയം വളരെ കാര്യഗൗരവത്തോടു കൂടി അതിന്റെ കൃത്യമായ സമയത്ത് തന്നെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഷക്കീന ടെലിവിഷനെയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും പ്രിയപ്പെട്ട അവതാരകനെയും ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ്. സംസ്ഥാന സർക്കാർ വരാൻ പോകുന്ന പുതിയ ഭരണ സംവിധാനം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പായി എൻ്റെ പ്രിയ സുഹൃത്ത് ജോർജ് കള്ളിവേലിൽ പങ്കുവെച്ച ഒരു കോവിഡ് പ്രശ്നത്തെക്കുറിച്ച് ഒരു പരാമർശം പറയാതെ നിവൃത്തിയില്ല. മറ്റൊന്നുമല്ല, കോവിഡ് പ്രതിരോധത്തിനു വേണ്ടിയുള്ള വാക്സിനും ഓക്സിജനും ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ജനങ്ങൾക്കും സൗജന്യമായി കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ളതാണ് സർക്കാർ. പക്ഷെ ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള രാഷ്ട്രീയ കളികൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ അവസരം ഉപയോഗിക്കുന്നത് ഏറെ ദുഃഖകരമാണ്. അവര് തിരുത്തലുകൾക്ക് തയ്യാറാകണം. ഭരണ സംവിധാനങ്ങളുടെ വീഴ്ചകൾ നമുക്ക് ചൂണ്ടിക്കാണാം. പക്ഷെങ്കിൽ അവസരോചിതമായ മാറ്റങ്ങൾക്കും ചിന്തകൾക്കും ഭരണ നേതൃത്വങ്ങൾ തയ്യാറാകണം. ഈ അടുത്ത ദിവസം ജോർജ് പറഞ്ഞതുപോലെ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു വിധി ഇവിടെ വന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇന്ത്യയിലെ ഒരു 2ാം വരവിന് ഇത്രമാത്രം പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലേക്കും നമ്മളെ തള്ളിവിട്ടത് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രീയ നേതൃത്വങ്ങളുമാണെന്നുള്ളത്. ഈ സ്ഥിതിവിശേഷത്തിന് മാറ്റമുണ്ടാകണമെങ്കിൽ ദുരിതാശ്വാസവുമായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് കൈ നീട്ടുകയല്ല സർക്കാർ ചെയ്യേണ്ടത്. സർക്കാർ ഖജനാവിൽ നമ്മുടെ നികുതിപ്പണം കിടക്കുകയാണ്. ആ നികുതിപ്പണം കൊണ്ട് വാക്സിനും ഓക്സിജനും പോലും നൽകുവാൻ സാധിക്കാത്ത ഒരു സംവിധാനം ശുദ്ധ പരാജയമാണ്. ഈ വിഷയത്തിലുള്ള എൻ്റെ വേദന ഞാൻ പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തെ സംസ്ഥാന സർക്കാരിനോട് കൂടി പറയാനുള്ള ഒരു കാര്യമുണ്ട്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ലാബ് ചാർജുകളാണ് കേരളത്തിൽ ഈടാക്കുന്നത്.
ഇതിനൊക്കെ മാറ്റം വരുത്തുവാൻ സംസ്ഥാന സർക്കാരുകൾ ദയവായി തയ്യാറാകണം. ദുരിതാശ്വാസവുമായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് വരികയല്ല. ഞങ്ങളുടെ നികുതിപ്പണം, നമ്മുടെ നികുതിപ്പണം ഖജനാവിലുള്ളത് ധൂർത്തും അഴിമതിയും നടത്തി കെടുകാര്യസ്ഥിതി നഷ്ടപ്പെടുത്തിയിട്ട് ദുരിതാശ്വാസമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ശരിയാണോ എന്ന് ഭരണത്തിലുള്ളവരും രാഷ്ട്രീയക്കാരും പൊതുസമൂഹവും വിലയിരുത്തപ്പെടണം. ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, പ്രിയപ്പെട്ട ജിനു സൂചിപ്പിച്ചതുപോലെ വരാൻ പോകുന്ന സർക്കാർ നേരിടാനിരിക്കുന്ന വെല്ലുവിളികൾ അവരുടെ മുന്നിലേക്ക് നമുക്ക് ക്രൈസ്തവ സമൂഹത്തിന് പങ്കുവെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. കേരളത്തിലെ ഏതാണ്ട് 1.5 ഡസനോളം മന്ത്രിമാര് കൈകാര്യം ചെയ്യുന്ന വിവിധങ്ങളായ വകുപ്പുകളുണ്ട്. ഈ വകുപ്പുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ ജനകീയ വിഷയങ്ങളായിട്ടും പൊതുസമൂഹത്തിന്റെ വിഷയങ്ങളായിട്ടും ക്രൈസ്തവരെ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ വിഷയങ്ങളായിട്ടും വരുന്നത് സ്വാഭാവികമായിട്ടും. ഞാൻ ആദ്യമേ എല്ലാ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് ഈ ചുരുങ്ങിയ സമയത്തുള്ളിൽ പരാമർശിക്കുക പ്രായോഗികമല്ല. ഞാൻ ആദ്യമേ സൂചിപ്പിക്കുന്ന നമ്മുടെ കാർഷിക മേഖലയുടെ അവസ്ഥ തന്നെയാണ്. വരാൻ പോകുന്ന കാലത്തും ഇന്നും ഇന്നലെയുമൊക്കെ ഈ നാട് നേരിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം, അടിസ്ഥാന വിഷയം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളാണ്. ഒരു കാർഷിക സംസ്കാരം ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെങ്കിൽ കാർഷിക മേഖലയിൽ നിരന്തരം നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ഒന്നും നടപ്പിലാക്കുവാൻ വേണ്ടി ആ വകുപ്പും സംവിധാനങ്ങളും എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്ന് പുതിയ സർക്കാരും ആത്മശോധന നടത്തണം. പ്രഖ്യാപനങ്ങൾ പ്രഹസനങ്ങളായിട്ട് മാറുന്ന വലിയ ഒരു ദുരന്തം നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കോടികളുടെ പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിലൂടെ, കൃഷി വകുപ്പ് മന്ത്രിയിലൂടെ പ്രസ്താവനകൾ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു. പക്ഷെങ്കിൽ നമ്മുടെ കാർഷിക മേഖല വളർന്നിട്ടുണ്ടോ? അടിസ്ഥാനപരമായിട്ട് ഈ സർക്കാർ ആദ്യമേ ചിന്തിക്കേണ്ട മേഖല കാർഷിക മേഖല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നെൽമേഖലയെക്കുറിച്ചും റബ്ബർ മേഖലയെക്കുറിച്ചും പ്രത്യേകം ഞാൻ പരാമർശിക്കുന്നില്ല. കാരണം രണ്ടും തകർന്നടിഞ്ഞ മേഖലകൾ തന്നെയാണ്. രാജ്യാന്തര കരാറുകളിലൂടെ കേന്ദ്ര സർക്കാർ ഇറക്കുമതിക്കുള്ള അവസരങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് കേരളത്തിന്റെ കാർഷിക സമ്പദ്ഘടനയെ തകർത്തിട്ടുണ്ട്. നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഏർപ്പെടുത്തേണ്ട സമയത്ത് പോലും തെക്കൻ സംസ്ഥാനമായ കേരളത്തിന്റെ ജനങ്ങളുടെ കാർഷിക അവസ്ഥയെക്കുറിച്ച് പഠിക്കാതെയോ ശ്രദ്ധിക്കാതെയാണ് പലതും നടപ്പിലാക്കിയിരിക്കുന്നത്. വിദേശ ശക്തികൾക്ക് കേരളത്തിന്റെ കാർഷിക സമ്പദ്ഘടന തീരെഴുതി കൊടുത്തിരിക്കുന്ന ഉത്തരവാദികൾ കേന്ദ്ര സർക്കാരാണെങ്കിൽ സംസ്ഥാന സർക്കാരും പ്രായോഗികമായ ഇടപെടലുകളോ നടപടികളോ ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ സാർ, നമുക്കൊന്ന് നമ്മുടെ 2 രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളോടൊന്ന് ചോദിക്കാം. ഞാൻ ആദ്യം ശ്രീ ജോർജ് കുട്ടി അഗസ്ത്യയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, ക്രിസ്ത്യൻ ബെൽറ്റ്, ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. വർഷങ്ങളായിട്ട് നമ്മൾ മുറവിളി കൂട്ടുന്നുണ്ട് താങ്ങുവിലയ്ക്ക് വേണ്ടിയിട്ടും വിളകൾക്ക് മാന്യമായ വില കിട്ടാൻ വേണ്ടിയിട്ടും. എത്രയോ കർഷകരാണ് പലപ്പോഴും ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നത്. കഴിഞ്ഞ 5 വർഷം ഭരിച്ച സർക്കാർ എന്നുള്ള നിലയ്ക്ക് താങ്കൾ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന സർക്കാർ എത്രമാത്രം ഇഫക്റ്റീവായി ഈ കർഷകരുടെ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് സാന്ത്വനമാകാൻ ശ്രമിച്ചിട്ടുണ്ട്? കാർഷിക മേഖലയാണ് ഇന്ത്യൻ ഖജനാവിന്റെയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെയും അടിത്തറ. നമുക്കറിയാം, ഇന്ത്യയുടെ മാത്രമല്ല കേരളത്തിന്റെയും. ഇന്ത്യയും കേരളവും ഒക്കെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാർഷിക വൃത്തിയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരും കൃഷിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സമ്പദ്ഘടന തന്നെ പോകുന്നത്. കേരളത്തിന്റെ കാർഷിക വ്യവസ്ഥയല്ല, സമ്പദ്ഘടനയുടെ അവസ്ഥയല്ല തമിഴ്നാടിൻ്റെത്. ഓരോ സംസ്ഥാനത്തിനും പ്രത്യേകതകളുണ്ട്. നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട് മാത്രം ചിന്തിക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാണ്യവിളകളുടെ സമ്പത്ത് തന്നെയാണ്. 2 നമ്മുടെ വിദേശ നാണ്യമാണ്. 3 നമ്മുടെ മനുഷ്യ വിഭവശേഷിയാണ്. ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ തന്നെയാണ്. 1 നാണ്യവിളകളുടെ സമ്പത്ത്, 2 വിദേശ നാണ്യം. ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം ഇന്ത്യൻ ഖജനാവിലേക്ക് അയക്കുന്നത് മലയാളികളാണെന്ന് നമുക്കറിയാം. പ്രവാസികൾ ഏറ്റവും കൂടുതലുണ്ട്. വിദേശ നാണ്യത്തിന്റെ ശേഖരം ഇന്ത്യ മഹാരാജ്യത്തിന് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് മലയാളികളാണ്. പിന്നെ പ്രവാസികളായിട്ട് പാഴ്സികളും സിഖുകാരും ഒക്കെ ഉണ്ട്. അത് വേറൊരു കാര്യം. സാർ, ഈ വിദേശ നാടുകളിലുള്ള വരുമാനത്തിനൊക്കെ വലിയ ഇടിവ് വരാൻ പോവുകയാണ് അല്ലേ നമ്മുടെ പഠനങ്ങൾ പറയുന്നത്? ഞാൻ വീണ്ടും ഈ വിഷയത്തിലേക്ക് മാത്രം ഒന്ന് ഒതുങ്ങാൻ ശ്രമിക്കണം. നാണ്യവിളകൾ, സാറ് എടുത്തു പറഞ്ഞ നാണ്യവിളകളെ കുറിച്ച് തന്നെയാണ്. നാണ്യവിളകൾ അതിലേക്കാണ് ഞാൻ വരുന്നത്. നമുക്കുള്ളത് നാണ്യവിളകളുടെ സമ്പത്ത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മുടെ നാണ്യവിളകളുടെ സമ്പത്തും നമ്മുടെ വിദേശ നാണ്യവും നമ്മുടെ മനുഷ്യ വിഭവശേഷിയും ഇവിടെ തന്നെ വിന്യസിപ്പിക്കുക, ഇവിടെ തന്നെ പ്രായോഗികമായിട്ട് ക്രയവിക്രയം ചെയ്യുക. അങ്ങനെയുള്ളൊരു സമ്പത്ത് ഒരു പാക്കേജ് നമുക്ക് ഉണ്ടാകണം. കാരണം നമ്മളെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവർ മാത്രമാകാൻ പാടില്ല.
ഒരു പരിധിക്കപ്പുറം വിലസ്ഥിരതാ ഫണ്ട് നമ്മൾ പറഞ്ഞു. വിലസ്ഥിരതാ ഫണ്ട് ഐക്യജനാധിപത്യ മുന്നണിയിൽ ശ്രീ കെ എം മാണി ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് പ്രഖ്യാപിച്ച വിലസ്ഥിരതാ ഫണ്ട് ഉണ്ട്, റബ്ബറിന്റെ വിലസ്ഥിരതാ ഫണ്ട് ഉൾപ്പെടെ. കൂടാതെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വീണ്ടും നമുക്കറിയാം റബ്ബറിന്റെ വില 170 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. റബ്ബർ ബോർഡ് പറയുന്നു 171 രൂപയാണെന്ന് പറയുന്നു ഉൽപാദന ചെലവ് 170. അപ്പൊ 170 ആയപ്പോൾ പൊതുവിപണിയിൽ 140-142 രൂപയായിരുന്ന വില റബ്ബറിന്റെ വില സ്വാഭാവികമായിട്ട് ഉയരാൻ തുടങ്ങി. അതൊന്നും ഒരു ശാശ്വത പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും വ്യക്തമായിട്ട് നമ്മൾ നോക്കണം. നമ്മളവിടെ രാഷ്ട്രീയം പറയുമ്പോൾ വേണേൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാം. പക്ഷെ നമ്മളുടെ ഇപ്പൊ റബ്ബർ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, റബ്ബർ എന്ന് പറയുന്നത് ഉദാഹരണം നമ്മളുടെ നാട്ടിലെ ഒരു കാർഷിക ഉൽപ്പന്നമാണ്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ എന്താ കിടക്കുന്നത്? അത് വ്യാവസായിക അസംസ്കൃത പദാർത്ഥമായിട്ടാണ് കിടക്കുന്നത്. ഇവിടെയാണ് പ്രതിസന്ധി കിടക്കുന്നത്. അപ്പൊ നമ്മുടെ റബ്ബർ, നമ്മുടെ മനുഷ്യശേഷി, നമ്മളുടെ വിദേശ നാണ്യം, ഇത് ഒരു സങ്കുചിതത്വമല്ല പറയുന്നത്. ഇവിടെ തന്നെ ഇപ്പൊ നമ്മുടെ റബ്ബർ പാൽ ഏറ്റവും കൂടുതൽ പോകുന്നത് പഞ്ചാബിലേക്കാണ്. റബ്ബർ ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് പഞ്ചാബിലാണ്. അവിടെ നിന്നാണ് ഈ സാധനം പ്രോസസ് ചെയ്ത് തിരിച്ചു വരുന്നത് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇവിടെ തന്നെ ഇത് പ്രോസസ് ചെയ്യാൻ വേണ്ടുന്ന ഒരു സംവിധാനം നമുക്കുണ്ടാകണം. ഒന്ന്, നമുക്ക് വികസിത രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കാർഷിക മേഖലയിൽ വികസിതതാ ഫണ്ട് അനിവാര്യമാണ്. വികസിതതാ ഫണ്ട് മാത്രമല്ല, പലിശരഹിത വായ്പകൾ, ആ മേഖലയിൽ ഒരു പ്രോത്സാഹനം കൊടുക്കണം. സ്ഥിരത ഉണ്ടെങ്കിൽ മാത്രമേ കൃഷിക്കാൻ ഇതിനെ ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ എന്നാ സംഭവിച്ചത്? നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കൃഷി പ്രായോഗികമല്ലെങ്കിൽ കൊക്കോ വിട്ടുന്നു, റബ്ബർ വിട്ടുന്നു, കൊക്കോ വെക്കുന്നു, ഇങ്ങനെ മാറി മാറി പറയും. അത് വാനില വെക്കുന്നു. ഞാൻ പറയുന്നത് ഇതെല്ലാം വേണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത സർക്കാർ നിങ്ങളാണ് രൂപീകരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സ്ട്രോങ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന ചില നിലപാടുകൾ? അങ്ങനെ പറഞ്ഞു ചർച്ച അത് തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. റബ്ബറിന്റെ വിലസ്ഥിരതാ ഫണ്ട് ഉൾപ്പെടെ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലസ്ഥിരതാ ഫണ്ട് ഉൾപ്പെടെ നമ്മൾ ആ രീതിയിൽ ഒരു പാക്കേജ് ഉണ്ടാകണം. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ തന്നെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സിംഗ് യൂണിറ്റുകൾ നമുക്കുണ്ടാകണം. പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഉണ്ടായാൽ മാത്രം പോരാ, അതിന്റെ കയറ്റുമതി ഉണ്ടാകണം. കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക പാക്കേജ് തന്നെ ഉണ്ടാകണം. കഴിഞ്ഞ ഗവൺമെന്റ് ഇത് എത്രമാത്രം ഇടപെട്ടു? ഞാൻ പ്രതീക്ഷകൾ നൽകാനുണ്ടോ? കാരണം ഒരു 5 വർഷം ഗവൺമെന്റ് അവസാനിച്ച് അടുത്ത ഒരു ഗവൺമെന്റിനെ കുറിച്ച് സ്വപ്നം കാണുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളാണ്. ഞാൻ മിസ്റ്റർ ഷാജിലേക്ക് ഒന്ന് ചോദ്യം കണ്ടിന്യൂ ചെയ്യാണ്. നിങ്ങളുടെ സർക്കാരാണ് നാളെ കേരളം ഭരിക്കാൻ പോകുന്നതെങ്കിൽ, ഇപ്പം ശ്രീ ജോർജ് കുട്ടി അഗസ്തി പറഞ്ഞ കാര്യങ്ങൾ, ശ്രീ VC സെബാസ്റ്റ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഈ സാധാരണക്കാരനായ കർഷകൻ അനുഭവിക്കുന്ന അതിലൊരു വലിയ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, കാലാകാലങ്ങളായി ചരിത്രപരമായി കൃഷിയിൽ ജീവിച്ചു വരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വലിയ റോളുണ്ട്. ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വലിയ ഭാഗമാണ്. എന്തായിരിക്കും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരാണ് നാളെ ഭരിക്കുന്നതെങ്കിൽ ഈ ഒരു ഇഷ്യൂവിൽ നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് എന്തായിരിക്കും? നിങ്ങൾ എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഈ കാർഷികമായ വിഷയത്തിൽ മാത്രമല്ല, ഇന്ന് കോൺഗ്രസ് ആണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഭാരതത്തിന് അപമാനമാണ് ഉണ്ടായത്. ഭാരതത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ ഓക്സിജൻ കിട്ടാതെ ആളുകൾ പടഞ്ഞു മരിക്കുന്ന ഒരു ദാരുണമായ ഒരു അവസ്ഥ നാം കണ്ടതാണ് നമ്മൾ. അതുപോലെ തന്നെ ഈ ഡൽഹി പോലെയുള്ള ഒരു ക്യാപിറ്റൽ സ്ഥലത്ത് കോവിഡ് രോഗികൾക്ക് യാതൊരുവിധ ചികിത്സയും ലഭിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ മാർച്ചിൽ തൊട്ട് നമ്മൾ കോവിഡിനെ ഫേസ് ചെയ്യുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ 2ാം വേവ് വരുമെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇറ്റലിയിലടക്കം 2ാം വേവ് വരണ കണ്ടു. അതിനുവേണ്ടി ആവശ്യമായിട്ട് ഓക്സിജനോ വാക്സിൻ കൊണ്ടുവരാനോ അല്ലെങ്കിൽ നടപടി എടുക്കാനോ സാധിച്ചില്ല. വലിയ പരാജയമാണ് കേന്ദ്രത്തിലുണ്ടായത്. ഇനി കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ച സർക്കാരിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത് നേട്ടമാണ് കേരളത്തിനുണ്ടായത്? ഏതെങ്കിലും മേഖലയിൽ നേട്ടം ഉണ്ടായിട്ടുണ്ട്? കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ഭരിച്ചു. നമ്മൾ കണ്ടതാണ്, കടൽ പോലും തീരെഴുതി വെക്കുന്ന ഒരു അവസ്ഥ കണ്ടു. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പോലും ജീവിക്കാൻ പറ്റാതെ ബഹുരാഷ്ട്ര കുത്തകൾക്ക് മത്സ്യബന്ധന മേഖല തീരെഴുതി കൊടുക്കണം നമ്മൾ കണ്ടു. പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായ ഒരു വികസനം ഞാൻ പറയാം. കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും കൂടുതൽ ബാറുകൾ കേരള ചരിത്രത്തിൽ തുറന്നത് ഈ സർക്കാരാണ്. അത് നേട്ടമാണ്. അതുപോലെ തന്നെ ബ്യൂവറികൾ തുറക്കാനുള്ള ശ്രമം, 2018 പ്രളയം ഉണ്ടായ ബ്യൂവറികൾ തുറക്കാൻ നടത്തിയ ഒരു അഴിമതി ശ്രമം. അഡ്വക്കേറ്റ് ഷാജി, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇന്നത്തെ നമ്മുടെ ചർച്ച വിഷയം കഴിഞ്ഞ സർക്കാർ എന്ത് ചെയ്തില്ല എന്നുള്ളതല്ല.
അടുത്ത സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് അതിൽ ഫോക്കസ് ചെയ്താൽ ചർച്ച കുറെ കൂടി ഇഫക്റ്റീവ് ആവുന്ന അതെ, കഴിഞ്ഞ സർക്കാർ ചെയ്യാത്ത കാര്യങ്ങളെ പറയുമ്പോഴാണ് അടുത്ത സർക്കാരിന്റെ മുഖത്ത് മുന്നിലുള്ള ഉത്തരവാദിത്തങ്ങൾ. അടുത്ത സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് വിദേശ മലയാളികളുടെ ഫണ്ടുകളെയാണ്, വിദേശ നാണയത്തെയാണ്. ദുബായ് ആയാലും ബഹ്റിൻ ആയാലും ഖത്തർ ആയാലും സൗദി ആയാലും എല്ലാ വിദേശ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയാണ് കേരളത്തിന്റെ സാമ്പത്തിക രംഗം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. ആ ഭാഗത്തെല്ലാം ജോലി നഷ്ടപ്പെട്ട് ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ഈ സംസ്ഥാന സർക്കാർ എന്ത് നടപടിയാണ് എടുത്തത്? തിരിച്ചു വരുന്ന പ്രവാസികളെ അവർക്ക് പുനരധിവസിപ്പിക്കാൻ, അവർക്ക് തൊഴിൽ അല്ലെങ്കിൽ വ്യവസായം ഉണ്ടാക്കാൻ എന്ത് നടപടിയാണ് എടുത്തത്? അതാണ് അടുത്ത ഗവൺമെന്റിന് മുന്നിലുള്ള ഏറ്റവും പ്രതിസന്ധിയായ ഒരു കാര്യം. രണ്ടാമത്തെ അതുപോലെ തന്നെ മറ്റൊരു പ്രതിസന്ധി ഈ കോവിഡിന്റെ രണ്ടാം വരവും ഇനി മൂന്നാം വരവുണ്ട്. അതിനെല്ലാം ഏത് രീതിയിൽ അതിജീവിക്കണം, അതിനെ ജനങ്ങളെ എങ്ങനെ നമ്മൾ പ്രാപ്തരാക്കണം. അതുപോലെ തന്നെ കേരളത്തിന്റെ ലോക്ക്ഡൌൺ കഴിഞ്ഞ് കേരളത്തിന്റെ സാമ്പത്തിക രംഗം തകർന്ന് താറുമാറായി കിടക്കുകയാണ്. നമ്മൾ കാണാൻ പണിയില്ല, തൊഴിൽ മേഖലകൾ സംഭവിച്ചിരിക്കുന്നു, കൺസ്ട്രക്ഷൻ മേഖലകൾ നിന്നിരിക്കുന്നു. ഏത് തേപ്പുകാർക്കും കൂലിപ്പണിക്കാർക്ക് പോലും പണി കിട്ടാത്ത ഒരു അവസ്ഥയാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം മനസ്സിലാക്കുന്നു. എന്താണ് അടുത്ത ഗവൺമെന്റ് നിങ്ങളുടേതാണെങ്കിൽ നിങ്ങളുടെ പദ്ധതി? അല്ല, അടുത്ത ഗവൺമെന്റ് മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന ആ ജനങ്ങളെ സഹായിക്കണം, സാമ്പത്തിക മേഖലയെ സഹായിക്കണം, വിദേശത്ത് നിന്ന് തിരിച്ചു വരുന്ന മലയാളികളെ പുനരധിവസിപ്പിക്കണം, അവർക്ക് തൊഴിൽ മേഖല ശക്തിപ്പെടുത്തണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു കാർഷിക മേഖലയെ കുറിച്ച് പറഞ്ഞു. കേരളം ഇന്ന് നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നതിൽ 2ാം സ്ഥാനമാണ്. തമിഴ്നാടാണ് നമ്മളുടെ മുന്നിൽ. അപ്പോ കേരളത്തിലെ കാർഷിക മേഖല വലിയ ദോഷമാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായത്. ഇത് പുനരുദ്ധീകരിപ്പിക്കാൻ വേണ്ടി വലിയ നടപടികൾ എടുക്കാൻ അടുത്ത ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അതുപോലെ തന്നെ വികസനത്തിന്റെ കാര്യമായാലും നമ്മുടെ പുതിയ രീതിയിലുള്ള വികസനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ അടുത്ത ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണമെങ്കിൽ അടുത്ത 5 വർഷക്കാലം ശക്തമായ ഒരു ഗവൺമെന്റ് വരണം. അഴിമതി രഹിതമായ ഒരു കേരളമാണ് ഇനി വേണ്ടത്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാരിനെതിരെ നടന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അഴിമതിയായിരുന്നു. നമുക്കതിലേക്ക് വരാം ഡോക്ടർ അഡ്വക്കേറ്റ് ഷാജി, നമുക്കതിലേക്ക് വരാം. നമുക്ക് ഓരോ വിഷയങ്ങളായിട്ട് എടുത്ത് ചർച്ച ചെയ്യാം. എനിക്ക് കുറച്ചും കൂടെ വ്യക്തമായ വളരെ സ്പെസിഫിക് ആയ ഉത്തരങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒരു അടുത്ത തോട്ടിലേക്ക് ശ്രീ VC സെബാസ്റ്റ്യൻ, ഈ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന ക്രിസ്ത്യൻസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പരിസ്ഥിതി ലോലം എന്ന വാക്ക്. നമ്മുടെ മലനാടുകളിലുള്ള മലനിരകളിലുള്ള വർഷങ്ങൾക്ക് മുൻപ് കുടിയേറി പറഞ്ഞ ധാരാളം മനുഷ്യർ ഇന്ന് അവിടെ ജീവിക്കാനും താമസിക്കാനും വയ്യാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. എന്ത് തോന്നുന്നു, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഈ ഒരു ക്രിസ്ത്യൻ സമൂഹത്തെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? ശ്രീ VC സെബാസ്റ്റ്യൻ. പരിസ്ഥിതി ലോല പ്രശ്നങ്ങള് കാർഷിക മേഖലയിലെ പ്രത്യേകിച്ച് ക്രൈസ്തവർ ശക്തമായ സാന്നിധ്യമുള്ള മേഖലകളിൽ അതിരൂക്ഷമാണിത്. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഇവിടുത്തെ ചോദ്യം ആരാണ് പരിസ്ഥിതി സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ്. പരിസ്ഥിതി സംരക്ഷിക്കുന്നത് തീർച്ചയായും മണ്ണിൽ പണിയെടുക്കുന്ന ജനവിഭാഗത്തിനെ സാധിക്കുകയുള്ളൂ. അത് കർഷകരാണ്. മലയോര മേഖലയിലെ പരിസ്ഥിതി സംരക്ഷകർ എന്ന് പറയുന്നത് നമ്മൾ ഉൾപ്പെടുന്ന ഒരു ജനവിഭാഗമാണ്. ആ ജനവിഭാഗത്തിന്റെ ജീവിത വൃത്തിയെപ്പോലും ഉടച്ചില്ലാതാക്കുന്ന രീതിയിൽ അന്താരാഷ്ട്ര ഏജൻസികളുമായിട്ട് ചേർന്നുള്ള നിയമങ്ങൾ നിർമ്മിക്കുകയും റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയും കാർബൺ ഫണ്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഏജൻസികൾ ഇന്ന് കേരളത്തിൽ വളരെ സജീവമാണ്. ഇവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്താശ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. ഇവിടെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ കാണേണ്ടതാണ്. അത് ഏത് സർക്കാരാണേലും, ഇടത് സർക്കാരാണേലും വലത് സർക്കാരാണേലും മൂന്നാമത്തെ സർക്കാരാണേലും ആ യാഥാർത്ഥ്യങ്ങൾ ഒളിച്ചോടാൻ പറ്റത്തില്ല അവർക്ക് ആർക്കും. കാട്ടുപന്നിയെ സംരക്ഷിക്കുന്ന ഒരാൾക്ക് മനുഷ്യനെ സംരക്ഷിക്കുവാൻ നിയമമില്ലാത്ത ഒരു നാടെന്ന് പറഞ്ഞാൽ കേരളമല്ലാതെ വേറെ ഏതാണുള്ളത്? ഞങ്ങൾ കർഷകരുൾപ്പെടെയുള്ള ജനവിഭാഗം പല തവണയായിട്ട് സർക്കാരിന് മുമ്പിൽ കരഞ്ഞും കേണും അപേക്ഷിച്ചതാണ്. കാട്ടുപന്നികളെ ശുദ്രജീവികളായിട്ട് പ്രഖ്യാപിക്കണം. ഇതുവരെയും ആ നടപടികൾ പൂർണ്ണമായിട്ടില്ല. അപേക്ഷകൾ അവസാന നിമിഷം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അംഗീകരിച്ചു വന്നിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങൾ വ്യത്യസ്തമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള നിയമങ്ങളേലും ഈ കാര്യത്തിൽ ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ. അതേസമയം കാട്ടുപന്നികളുടെ ഉപദ്രവം കൊണ്ട് മരിച്ചു വീഴുന്ന കർഷകരുടെയും ജനങ്ങളുടെയും എണ്ണം പെരുകുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇക്കോ സെൻസിറ്റീവ് സോണ്, എക്കോളജി സെൻസിറ്റീവ് ഏരിയ
എന്നിങ്ങനെ കർഷകന്റെ ഭൂമി കയ്യേറിയാണ് സർക്കാർ സംവിധാനങ്ങളെ പ്രവർത്തികൾ നടത്തുന്നുള്ളത് നമ്മൾ കാണണം. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇന്ത്യയിലെ വനത്തിന്റെ പെർസെന്റേജ് അനുസരിച്ചാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ ഭൂമിയുടെ 29% വനമേഖലയാണ്. എന്നിട്ട് കാർഷിക മേഖലയിലേക്ക് കടന്നു കയറിക്കൊണ്ട് കർഷകന്റെ ഭൂമി കൈയടക്കിക്കൊണ്ട് വനസംരക്ഷണത്തിന് വേണ്ടി എക്കോ സെൻസിറ്റിവിറ്റി സോണ് എന്നിങ്ങനെ പ്രഖ്യാപനങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചതിനെ സംസ്ഥാന സർക്കാർ ഒരു പരിധി വരെ ഒത്താശ ചെയ്യുകയാണ് ചെയ്തത്. അവർ പറയുന്നുണ്ട് 10 കിലോമീറ്റർ എന്ന് കേന്ദ്രം പറഞ്ഞ് ഞങ്ങൾ 1 കിലോമീറ്ററായി കുറച്ചില്ലേ എന്ന് പറയുന്നു. എന്ത് സംരക്ഷണം നടത്തുന്നത് വനം വകുപ്പ് വനത്തിനുള്ളിലായിരിക്കണം. നമുക്ക് കർഷകന്റെ ഭൂമി കയ്യേറിയാണോ മൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത്? വനത്തിനുള്ളിൽ വേണം മൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത്. വനത്തിന്റെ പുറത്തേക്ക് വരുന്ന മൃഗങ്ങൾ ഒരിക്കലും വന്യമൃഗങ്ങളല്ല, അത് നമ്മുടെ സ്വന്തമാണ്. ഈ രീതിയിലേക്ക് കർഷകരെ ചിന്തിപ്പിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഇടനടങ്ങിയിരിക്കുകയാണ്. ഈസഡ് എക്കോളജി സെൻസിറ്റീവ് ഏരിയ എന്നീ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി ഫോറിൻ ഫണ്ട്, വിദേശ കറൻസികൾ, കാർബൺ ഫണ്ട് സ്വീകരിക്കുവാൻ നടത്തിയിരിക്കുന്ന ഇടപാടുകൾക്ക് സംസ്ഥാന സർക്കാർ ഒരിക്കലും കൂട്ടുനിൽക്കാൻ പാടില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കടല് വിറ്റു എന്ന്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാട് വിറ്റിരിക്കുകയാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലൂടെയൊക്കെ ലോക പൈതൃക സമിതിയിലേക്ക് അംഗത്വം എടുക്കാൻ വേണ്ടി കാട് മുഴുവൻ വിറ്റു. കാട് മാത്രമല്ല വിറ്റത്, കാടിനോട് ചേർന്ന് കൃഷി നടത്തുന്ന കർഷകന്റെ കൃഷിഭൂമി വിലയും തീരെഴുതി കൊടുത്തു. അത് ഇന്ന സർക്കാരെന്നില്ല, ഇടതുപക്ഷമൊന്നോ വലതുപക്ഷമൊന്നോ കേന്ദ്രം ഭരിക്കുന്നവരെന്നോ വ്യത്യാസമില്ല. മാറി മാറി ഭരിച്ച ജനനേതാക്കന്മാരുടെ നിശബ്ദതവും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങിയുള്ള പഠനമില്ലാത്ത നിലപാടുകളുമാണ് കേരളത്തിലെ കർഷക സമൂഹത്തെ ഇന്ന് ഈ ദുരവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നതിനുള്ള യാതൊരു സംശയവുമില്ല. അതിന് വേണ്ട മാറ്റങ്ങൾ വരും സർക്കാരും നടത്തണമെന്നുള്ളതാണ് എനിക്ക് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. ഇത് സംബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. നമ്മുടെ നാട് നമ്മളാണ് കാക്കേണ്ടത്. ശ്രീ ജോർജ് കുട്ടി അഗസ്തി, ഒരുപക്ഷെ താങ്കളുടെ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ഈ മലയോര മേഖലയിലാണ്. എന്തു തോന്നുന്നു, എത്രയോ മനുഷ്യരാണ് ഈ ചില നിയമങ്ങളുടെ പേരിൽ, നിയമാവലികളുടെ പേരിൽ, നൂലാമലകളുടെ പേരിൽ ജീവിതത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ ഇട്ടെറിഞ്ഞ് ദൂരേക്ക് ഓടിപ്പോകേണ്ടി വരുന്നത്? ചില നിയമങ്ങൾ ഒരുപക്ഷെ മനുഷ്യരുടെ നന്മയ്ക്കല്ല, അവരെ നശിപ്പിക്കാനാണെന്നുള്ള തരത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്നു. മനുഷ്യരെക്കാൾ കൂടുതൽ മൃഗങ്ങളാണ് ഈ ഭൂമിയുടെ അവകാശികൾ എന്ന് വരുന്ന തരത്തിൽ നിയമങ്ങൾ തിരുത്തി എഴുതപ്പെടുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്താണ് ഒരു സൊല്യൂഷൻ? നമുക്ക് എങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ബെറ്ററായി, കുറച്ചുകൂടെ നല്ല നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഒരു നല്ല തിരുവെഴുത്തുണ്ടല്ലോ, നമ്മുടെ പൊതുഭവനമായ ഭൂമി എന്നൊരു മനോഹരമായ ഒരു സങ്കല്പം. ആവാസ വ്യവസ്ഥകളെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. മനുഷ്യനാണ് പ്രകൃതിയെയും പരിസ്ഥിതിയെയും ഒക്കെ സംരക്ഷിക്കേണ്ടത്. അത് വളരെ മനോഹരമായ ഒരു ചിന്തയാണ്. നമുക്കറിയാം സഭയുടെയും കാഴ്ചപ്പാട് അത് തന്നെയാണ്. ആഗോളതലത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ വികസിത രാജ്യങ്ങളുടെ മാറ്റങ്ങളും വികസ്വര രാജ്യങ്ങളുടെ അവസ്ഥകളും രണ്ടും വ്യത്യസ്തങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലെയുള്ള ഒരു പ്രദേശത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഒരിക്കലും ഒരു കൃഷിക്കാരൻ പ്രകൃതിയെ തകർക്കുന്നില്ല. നമുക്കറിയാം ഇടവര വെച്ചവർ കൃഷിക്കാരാണ്. മണ്ണ് സംരക്ഷണം, മണ്ണൊലിപ്പ് തടയാൻ കയ്യാല വെച്ചവർ കൃഷിക്കാരാണ്. അവിടെ വൈവിധ്യങ്ങളുമായുള്ള കൃഷി രീതികൾ പരിശീലിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചതൊക്കെ കൃഷിക്കാർ തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ഹൈറേഞ്ചിന് ചില മേഖലകൾ ചെന്ന് കഴിഞ്ഞാൽ കൃഷിക്കാരന്റെ കുടിയേറ്റത്തിന് മുമ്പ് അവിടെയൊക്കെ മൊട്ടക്കുന്നുകളായിരുന്നു. ഇന്ന് അതെല്ലാം നല്ല നിബിഡ വനങ്ങളായി മാറിയിട്ടുണ്ട്. അത് മാവും പ്ലാവും ഒക്കെ ആയിരിക്കാം വെച്ചിരിക്കുന്നത്. പക്ഷേ ആ മേഖലയെല്ലാം ഹരിതാഭമാക്കാൻ കൃഷിക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു പങ്കുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കാർഷിക മേഖല എന്ന് പറയുന്നത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. കൃഷിക്കാരനും തൊഴിലാളിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. കാർഷിക മേഖല തകർന്നാൽ തൊഴിൽ മേഖല തകരും, അരാജകത്വം ഉണ്ടാവും, പട്ടിണി ഈ രാജ്യത്തുണ്ടാവും. തൊഴിൽ മേഖല തകർന്നു കഴിഞ്ഞാൽ കാർഷിക മേഖല സുരക്ഷിതമല്ലാതാവും. ഈ പരസ്പര പൂരകങ്ങളായ കൃഷിയും തൊഴിലുമായി ബന്ധപ്പെട്ട മേഖലകളെ നാം സംരക്ഷിക്കുന്നില്ലെങ്കിൽ, അമർത്യ സെൻ ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ പട്ടിണി ഒരു നിശബ്ദ വിപ്ലവമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അമർത്യ സെൻ. കാരണം കാർഷിക മേഖല തകരുമ്പോൾ പട്ടിണി ഇവിടെ ഉണ്ടാകും ഈ രാജ്യത്ത്, യാതൊരു സംശയവുമില്ല. നിസ്സാരമായി ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ കൊറോണ കാലഘട്ടത്തില് മുഖ്യമന്ത്രി ഒരു അഭ്യർത്ഥന നടത്തി, വരാൻ പോകുന്ന 6 മാസം കഴിഞ്ഞാൽ നമുക്കൊരു പട്ടിണി ഉണ്ടാകാം, അവിടെ കരുതൽ വേണം. അപ്പൊ നമ്മുടെയൊക്കെ ടെറസുകളിലും തൊട്ടടുത്ത 10, 15, 20 സെന്റ് ഉള്ളിടത്തും 1/2 ഏക്കർ ഉള്ളിടത്തും ഒക്കെ നമ്മൾ കൃഷി ചെയ്തു. അപ്പൊ കപ്പ സുലഭമായിട്ട് നമ്മുടെ മാർക്കറ്റിലുണ്ട്, വിലയില്ല, വേറൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഏത്തവാഴ നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്.
ഇതെല്ലാം നമ്മൾ കൃഷിക്കാർ മുൻകൈ എടുത്ത് ഏത് കാര്യങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരാണ് കൃഷിക്കാർ. സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അംഗമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സമയബന്ധിതമായ പാക്കേജുകൾ കൃഷിക്കാരന് സുരക്ഷിതത്വം കൊടുക്കുക. കൃഷിയും പരിസ്ഥിതിയും പ്രകൃതിയും പരസ്പര പൂരകമാണ്. കൃഷിക്കാരൻ ഒരിക്കലും ഒരു കയ്യേറ്റക്കാരനല്ല. അവൻ കാർഷിക മേഖലയുടെ സുരക്ഷിതത്വം കൈയാളുന്ന, സുരക്ഷിതമായി അതിനെ സംരക്ഷിക്കുന്ന ഒരാളാണെന്നുള്ള ഒരു വ്യക്തമായ ഒരു ബോധ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷെ കഴിഞ്ഞ 5 വർഷത്തെ നമ്മൾ കാണുന്ന കാഴ്ച അങ്ങനെ അല്ലല്ലോ സാർ. പന്നിയും ആനയും ആടും പശുവൊക്കെയായി ഒരു പറ്റം മനുഷ്യരെ ദൂരേക്ക് തള്ളി മാറ്റുന്ന ഒരു ചരിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തെങ്കിലും പുതിയ അവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും മാറ്റം അടുത്ത മന്ത്രിസഭയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ചർച്ച മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. പറയൂ സാർ. നമുക്കറിയാം, ഗാഡ്ഗിലെ കസ്തൂരി രംഗൻ പോലെയുള്ള ചില കമ്മീഷൻ റിപ്പോർട്ടുകൾ വന്നപ്പോൾ അതിനകത്ത് അവർ പറയുന്നത് നിലവിലുള്ള നിയമവുമായി ബന്ധപ്പെട്ടുള്ള ആവാസ വ്യവസ്ഥകളെ കുറിച്ചാണ്. പക്ഷെ കേരളത്തിന്റെ ഒരു പ്രത്യേക പരിസ്ഥിതിയെ കുറിച്ച് കൂടുതൽ പഠനം നടത്തേണ്ടിയിരിക്കുന്നു, മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. എന്ന് പഠിക്കും സാർ. ഇത് എത്രയോ കാലങ്ങളായി മനുഷ്യർ മുറവിളി കൂട്ടുന്നു. നിങ്ങൾ ആരും ഇതൊന്നും കേൾക്കുന്നില്ലേ? നമുക്ക് വിചാരിക്കാം, നമുക്ക് കരുതാം, അടുത്ത ഗവൺമെന്റ് വളരെ പോസിറ്റീവായി മനുഷ്യരുടെ വിഷമങ്ങൾ, മനുഷ്യരെ മനസ്സിലാക്കി പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ച് ചേരുന്ന ഒരു പുതിയ നിയമത്തിലേക്ക്, ഒരു കാഴ്ചപ്പാടിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരള മന്ത്രിസഭയിലെ ഒരു വകുപ്പാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പിണറായി ഗവൺമെന്റ് എളിഭ്യരായ നാണം കെട്ട ഒരു വകുപ്പ് കൂടിയാണ്. കുറേ കാലങ്ങളായിട്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു മന്ത്രി, അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന ചില മണ്ടത്തരങ്ങൾ ഒരുപക്ഷെ ഒരു വകുപ്പിനെ തന്നെ നശിപ്പിച്ചു, ക്രിസ്ത്യാനികൾക്കടക്കം ഒരു സമൂഹത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകുന്ന ഒരു വകുപ്പായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചങ്ങനാശ്ശേരി രൂപത കേരളത്തിലെ മുഖ്യമന്ത്രിയോട്, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോട് ഒരു അഭ്യർത്ഥന നടത്തി. നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യണം. ഞാൻ ജോർജ് കള്ളുവേൽ സാറിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കും വളരെ സ്പെസിഫിക്കായ ഒരു രൂപത വളരെ പ്രത്യേകതയോടുകൂടി ഇങ്ങനെയൊരു ആഹ്വാനം, ഇങ്ങനെയൊരു ആഗ്രഹം പങ്കുവച്ചത്? ജോർജ് സാർ, എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത്? ഇതിനൊരു വലിയ പശ്ചാത്തലമുണ്ട്. അതായത് ഇന്ത്യയിലെങ്ങാടും, കേരളത്തിൽ പ്രത്യേകിച്ചും, കാരണം കേരളത്തിലാണ് നമുക്കറിയാം ക്രൈസ്തവ ന്യൂനപക്ഷം വളരെ ശക്തമായിട്ട് 18-19% പേരുള്ള ഒരു സംസ്ഥാനമാണ്. ഇവിടെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ അത് ഒരു വിഭാഗം മാത്രം, ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷം മാത്രമാവുകയും ന്യൂനപക്ഷത്തിലെ ക്രൈസ്തവര് തീർത്തും അവഗണിക്കപ്പെടുന്ന ഒരു സ്ഥിതി അത് ഇന്ത്യ ഒട്ടിക്കൊണ്ട് കേരളത്തിലുണ്ട്. നമുക്കറിയാം 80-20 എന്ന അനുമാനം ഒരു ഉത്തരവിലൂടെ നടപ്പാക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഈ രാജ്യത്തിന്റെ അപമാനമാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ന്യൂനപക്ഷങ്ങളിലെ ഭൂരിപക്ഷത്തിന് 80% കൊടുക്കുകയും അത് ജനസംഖ്യാനുപാതികമായിട്ടല്ല, ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യാനുപാതികമായി നടപ്പാക്കേണ്ടിയിരുന്ന ഒരു സംവരണം വളരെ മ്ലേച്ഛമായ രീതിയിൽ, വളരെ മോശമായ രീതിയിൽ, വളരെ തെറ്റായ രീതിയിൽ അത് ഒരു വിഭാഗത്തിന് മാത്രം നൽകുകയും അവരുടെ മേധാവിത്വം എല്ലാ രംഗത്തും വരികയും അത് രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ പാർട്ടികളിലും. സാർ, ഇത് കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു നിയമമല്ലല്ലോ സാർ. സെൻട്രൽ ഗവൺമെന്റ് ലോ ഫോളോ ചെയ്തല്ലേ കേരള ഗവൺമെന്റ്? അങ്ങനെയാണ് അവർ പറയുന്നത്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞതും. കേന്ദ്രത്തിലാണ് ഇത് തുടക്കം. ഇത് നമുക്കറിയാം, ഇത് ഇവിടെ തുടങ്ങിയതല്ല. നമുക്കറിയാം, ഒരു കമ്മീഷനെ വെച്ചു. ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന്റെ മാത്രം എന്തിനാണ് പിന്നോക്കാവസ്ഥ പരിഹരിക്കാനായിട്ട് അല്ല അങ്ങനെ ഒരു കമ്മീഷനെ വെച്ച് സർക്കാർ നമ്മുടെ അത്തരം കമ്മീഷനുകളാണ് അപകടത്തിലേക്ക് ചെന്നത്. അപ്പോ ബാക്കിയുള്ള യഥാർത്ഥത്തിൽ കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായി തഴയുകയും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ ന്യൂനപക്ഷങ്ങളിലെ ഭൂരിപക്ഷത്തിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്തു. ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഉള്ള സർക്കാരുകൾ, അത് കോൺഗ്രസ് സർക്കാരും BJP സർക്കാരും ഒരുപോലെ, ഞാൻ അത് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരുപോലെ നടപ്പാക്കി തുടർന്ന് വരുന്നൊരു നയമാണ്. ഇത് കേരളത്തിലും ഇപ്പോൾ വളരെ ശക്തമായി നമുക്കറിയാം. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷ കാര്യ മന്ത്രി ഒരു സമുദായത്തിന്റെ മാത്രം മന്ത്രിയായി മാറിയതും അദ്ദേഹം ഉണ്ടാക്കി വെച്ച അപമാനവും ഒക്കെ നമ്മൾ കാണുകയാണ്. അദ്ദേഹത്തെ ചുമക്കാനാണ് ഇവിടുത്തെ സർക്കാർ പാടുപെടേണ്ടി വന്നത്. ഇവിടെയൊക്കെയാണ് ക്രൈസ്തവരെ എല്ലാ രംഗത്തും, ഇവിടെ ഞാൻ നേരത്തെ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യനും ജോർജ് കുട്ടി അഗസ്തിയും ഷാജി കോടങ്കണ്ടത്തും ഒക്കെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ ഒരു വാക്ക് പറയാതിരിക്കാൻ വയ്യ. എന്താണ് ക്രൈസ്തവരാണ് കേരളത്തിലെ, പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലും അവരുടെ പ്രധാന ജീവനോപാധി എന്ന് പറയുന്നത് കൃഷിയാണ്. ആ കൃഷിയിൽ പൂർണ്ണമായും മുച്ചൂടും തകർത്തു എന്ന് പച്ച മലയാളത്തിൽ പറയാം.
അത് റബ്ബറിന്റെ ആയിക്കോട്ടെ, കുരുമുളകിന്റെ ആയിക്കോട്ടെ, ഏലമായിക്കോട്ടെ, നാളികേരമായിക്കോട്ടെ, നെല്ലായിക്കോട്ടെ, എന്തിനും തകർച്ച. കാർഷിക മേഖല തകർന്നടിഞ്ഞു. നമുക്കറിയാം മറ്റെല്ലാ മേഖലകളിലും വലിയ പുരോഗതി ഉണ്ടായപ്പോൾ ഈ തകർന്നടിഞ്ഞതിന് എന്താണ് കാരണം? സ്വതന്ത്ര വ്യാപാര കരാറുകളും ഇറക്കുമതിയും വലിയ തോതിലുള്ള ഇതിന് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം നമുക്കറിയാം ഉത്തരേന്ത്യൻ കൃഷിക്കാർക്ക്, അത് കരിമ്പ് കൃഷി ആയിക്കോട്ടെ, പരുത്തി കൃഷി ആയിക്കോട്ടെ, മറ്റെന്ത് കൃഷി ആയിക്കോട്ടെ, അവരെ സഹായിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അതേസമയം കേരളത്തിലെ കർഷകരെ പൂർണ്ണമായും തകർക്കുന്നതിന് വേണ്ടി കൂടി വ്യവസായ ലോബികളുമായി ചേർന്നുകൊണ്ട് ശ്രമങ്ങൾ തുടർച്ചയായിട്ട് നടക്കുന്നു. ഇതിന് ഏതെങ്കിലും ഇപ്പോഴത്തെ മോദി സർക്കാരിനെ മാത്രം നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഇത് നേരത്തെ ഉണ്ടായിരുന്ന UPA സർക്കാരിന്റെ കാലത്ത് തന്നെ ഉള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ അത് പലതുണ്ട്. ആ വ്യാപാര കരാറുകളാണ് ഞാൻ ശ്രീലങ്ക ആയിട്ടുള്ളതോ അല്ലെ മലേഷ്യ ആയിട്ടുള്ളതോ സിംഗപ്പൂർ ആയിട്ടുള്ളതോ ഒന്നും ഈസ്റ്റ് ഏഷ്യ ആയിട്ടുള്ളതോ സൗത്ത് ഏഷ്യ ആയിട്ടുള്ളതോ മാത്രമല്ല, പൊതുവെ എല്ലാ കരാറുകളും നമ്മുടെ കൃഷിക്കാരെ തകർത്തടിച്ചു. ഈ കൃഷിക്കാരിൽ ഒരു വലിയ ഭൂരിപക്ഷം ക്രൈസ്തവരാണ് എന്നതുകൊണ്ട് മാത്രമാകാം ഒരുപക്ഷെ ഇവരെ സഹായിക്കുന്നതിന് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ തയ്യാറാകാത്തത്. സംശയിക്കേണ്ടതുണ്ട്, തീർച്ചയായിട്ടും സംശയിക്കേണ്ടതുണ്ട്. സംശയം ഉണ്ട് സാർ. നമുക്കത് അഡ്വക്കേറ്റ് ഷാജി, മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ, നമ്മൾ കുറച്ച് കാലമായിട്ടുള്ള ഗവൺമെന്റുകളെ കാണുമ്പോൾ ന്യൂനപക്ഷ ക്ഷേമം എന്ന് പറയുന്നത് ഒരു പക്ഷം മാത്രമായി പോകുന്നതായി ഞങ്ങൾ സംശയിക്കുന്നതിൽ തെറ്റു പറയാനുണ്ടോ? വളരെ മനഃപൂർവ്വം ചില പേടികൾ കൊണ്ടോ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ടോ ചില വ്യക്തികളിലേക്ക്, ചില സമുദായങ്ങളിലേക്ക് ന്യൂനപക്ഷ ക്ഷേമം ഒതുങ്ങിപ്പോകുന്നുണ്ടോ? UDF സർക്കാർ കേരളം ഭരിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു സമുദായത്തിനും അങ്ങനെ ഒരു തോന്നൽ വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. UDF കേരളത്തിൽ ഭരിക്കുന്ന കാലത്ത് AK ആന്റണി മറ്റേ മെഡിക്കൽ കോളേജ് കൊടുക്കുമ്പോഴും യാതൊരു രീതിയിലുള്ള അഴിമതി രഹിതമായ രീതിയിലാണ് മെഡിക്കൽ കോളേജ് കൊടുത്തത്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗമായാലും ഏത് മേഖലയിലായാലും AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും ഒരു സമുദായത്തിനെയും വേദനിപ്പിച്ചുകൊണ്ടോ വിഷമിപ്പിച്ചുകൊണ്ടോ മാറ്റി നിർത്തിയിട്ടോ UDF മുന്നോട്ട് പോയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലമായി ഉന്നത വിദ്യാഭ്യാസ രംഗവും ന്യൂനപക്ഷ ക്ഷേമവും കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷം, അതായത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDFും ചില സമുദായങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ചില ആളുകളെ ചുമക്കേണ്ട ഗതികേട് LDFന് വന്നത്. അഴിമതിയുടെ കറ പുരണ്ട, അഴിമതിയെ ആക്ഷേപങ്ങൾ വഹിച്ച പല സമുദായങ്ങളും ആക്ഷേപം ഉന്നയിച്ച, ചില സമുദായങ്ങളോട് മാത്രം താല്പര്യം കാണിച്ച ചില മന്ത്രിമാരെ ചുമക്കേണ്ട ഗതികേട് ഇടതുപക്ഷത്തിന് വന്നത് അവര് ചില സമുദായ വോട്ടുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. ഈ കഴിഞ്ഞ ഗവൺമെന്റിനെ കുറിച്ച് ആക്ഷേപം വന്നത്, കഴിഞ്ഞ ഗവൺമെന്റിലെ മന്ത്രിയെ കുറിച്ച് ആക്ഷേപം വന്നത്. പക്ഷേ സാർ, ഒരു സംശയം ചോദിക്കട്ടെ, ഇടയ്ക്ക് കയറി ഒരു സംശയം ചോദിക്കട്ടെ. കോൺഗ്രസിനെ ശക്തമായി മുസ്ലിം ലീഗ് ഹൈജാക്ക് ചെയ്യുന്നു. കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. കൂടുതൽ സീറ്റുകൾ വിജയിപ്പിക്കുന്നത് കൊണ്ടും കൃത്യമായി പറയാൻ സ്വരമുള്ളത് പലപ്പോഴും വളരെ കീ ആയിട്ടുള്ള ന്യൂനപക്ഷ ക്ഷേമം പോലെ എല്ലാവർക്കും ഉപകാരപ്പെടേണ്ട, ധാരാളം ആളുകൾക്ക് ഉപകാരപ്പെടേണ്ട പല കാര്യങ്ങളും ഒരു ചെറിയ സമുദായം മാത്രം സ്വന്തമാക്കാൻ ഉള്ള സാധ്യത മുൻപുണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകാൻ പോകുന്നില്ലേ? കോൺഗ്രസ് മന്ത്രിസഭയാണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ. അത് തെറ്റായ ഒരു പ്രചരണമാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ ഈ ഇലക്ഷനെ നിങ്ങൾ ശ്രദ്ധിക്കണം. തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് അവര് ഒരു സമുദായത്തെ പ്രീണിപ്പിക്കുന്ന നയവും തൃശ്ശൂരിൽ നിന്ന് തെക്കോട്ടേക്ക് അവർ പറയുന്നത് കോൺഗ്രസ് ലീഗുമായി ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നടത്തിയ പ്രചരണമാണ്. ഇത് മമ്മൂട്ടി മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ ഹരികൃഷ്ണൻസ്, ആ സിനിമയുടെ അവസാന ഭാഗത്തെ ക്ലൈമാക്സ് വടക്കൻ ജില്ലകളിലേക്ക് ഒരു ക്ലൈമാക്സും തെക്കൻ ജില്ലയ്ക്ക് വേറൊരു ക്ലൈമാക്സും കൊടുത്ത പോലെയാണ് LDF നടത്തിയ പ്രചരണമാണിത്. ഇതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് UDF ഭരിക്കുന്ന സമയത്ത് ഇവിടെ ഈ ഇടതുപക്ഷം നടത്തുന്ന ഈ പ്രചരണമല്ലാതെ ഒരു വകുപ്പുകളിലും മുസ്ലിം ലീഗിന്റെയോ വേറെ കേരള കോൺഗ്രസിന്റെയോ അമിതമായ ഒരു പ്രാധാന്യമോ അല്ല അമിതമായ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഇവിടെ കോൺഗ്രസിന് ലീഗാണ് നിയന്ത്രിച്ചിരുന്നത്, അല്ലെ കേരള കോൺഗ്രസ് ആണ് നിയന്ത്രിച്ചതെന്ന് പറയാൻ സാധിക്കുമോ? കരുണാകരന്റെ കാലമല്ല സാർ. അല്ല, ഞാൻ ചോദിക്കട്ടെ, AK ആന്റണി ഭരിച്ചപ്പോ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ?
ഏതെങ്കിലും ഒരു ഞാൻ വളരെ ഉദാഹരണം പറഞ്ഞത് മെഡിക്കൽ കോളേജുകളുടെ കാര്യമാണ്. AK ആന്റണി ഭരിക്കുമ്പോൾ അദ്ദേഹത്തിനെ നിയന്ത്രിച്ചിരുന്നത്, അല്ലെങ്കിൽ ആ മന്ത്രിസഭയെ നിയന്ത്രിച്ചിരുന്നത് വേറെ ഏതെങ്കിലും ഘടകങ്ങളാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഘടകകക്ഷികളാണെന്ന് പറയാൻ പറ്റുമോ? ഉമ്മൻചാണ്ടിയുടെ അവസാനത്തെ സർക്കാർ, കേരളത്തിന് ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവന്ന സർക്കാരിനെ നിയന്ത്രിച്ചിരുന്നത് ഘടകകക്ഷികളാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സാധിക്കില്ല. ഇത് ഇലക്ഷൻ സമയത്ത്, എല്ലാ ഇലക്ഷൻ സമയത്തും ഇടതുപക്ഷത്തിന്റെ ഗീബൽസൺ തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് അവർ നടത്തുന്ന പ്രചരണമാണ്. നിങ്ങൾ ഈ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു സമുദായത്തെ പ്രീണിപ്പിക്കുന്ന രീതിയിലുള്ള നയങ്ങളും അവരുടെ മന്ത്രിയെ, ആ സമുദായത്തിൽ നിന്നുള്ള മന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട നടപടികളും മാത്രമാണ് കണ്ടത്. തെക്കോളം ജില്ലകളിലേക്ക് അവർ പറയുന്നത് ലീഗ് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സമുദായത്തിന്റെ മൃദുലവികാരങ്ങളെ ഉണർത്തിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ തകർക്കാൻ നടത്തിയ ശ്രമം മാത്രമാണിത്. അല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, UDF നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളം ഭരിക്കുമ്പോൾ വേറെ ഒരു ഘടകകക്ഷികൾക്കും അമിതമായ അപ്രമാദിത്വം ഒരു കാലത്തും കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങള്. ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പാർട്ടിയുടെ താല്പര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ താല്പര്യങ്ങളിലേക്ക് ഈ വകുപ്പിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പോകുന്നു എന്നുള്ളതിന് ധാരാളം എക്സാമ്പിളുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ശ്രീ VC സെബാസ്റ്റ്യൻ, താങ്കൾക്ക് തോന്നുന്നില്ലേ സത്യത്തിൽ കേരളത്തിൽ ഒരു ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പക്ഷത്തിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നതായി, ക്രിസ്ത്യാനികൾ വലിയൊരു വിവേചനം ഇതിൽ അനുഭവിക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നില്ലേ? എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ ഷാജി സൂചിപ്പിച്ച പല കാര്യങ്ങളിലും എതിർത്ത് സംസാരിക്കേണ്ടതായ സാഹചര്യമുണ്ട്. കാരണം നമ്മളിവിടെ സംസാരിച്ച വിഷയം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനെ കുറിച്ചാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ഞാൻ ഉൾപ്പെടുന്ന CBCI ലൈറ്റി കൗൺസിൽ ഉൾപ്പെടുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾ കാലങ്ങളായിട്ട് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് ലോകായുക്ത മാത്രമല്ല ഹൈക്കോടതിയും കൂടെ പരസ്യമായി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതവിടെ നിൽക്കട്ടെ. ശ്രീ AK ആന്റണിയുടെ കാലത്തല്ല ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകൃതമായത്. പാലോളി മുഹമ്മദ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 2009 അച്യുതാനന്ദ സർക്കാരിന്റെ കാലത്താണ് കേരളത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വന്നത്. അതിനെ തുടർന്ന് മഞ്ഞളാംകുടി അലി ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായിട്ട് UDF സർക്കാരിന്റെ കാലത്തും അത് തുടർന്നു. ഇന്ന് LDF സർക്കാരിന്റെ കാലത്തും ആ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ജലീലിലൂടെ തുടരുകയാണ് നമ്മൾ കാണുന്നത്. ഈ 80-20 എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ജോർജ് കണ്ടുവലി സൂചിപ്പിച്ച കാര്യം, ഇതേ കഴിഞ്ഞ സർക്കാർ, UDF സർക്കാർ ഇത് തന്നെയാണ് നടത്തിയത്. അവര് മാന്യന്മാരാകാൻ അവർക്ക് പറ്റില്ല. കോളേജ് അനുവദിച്ചോ മെഡിക്കൽ കോളേജ് അനുവദിച്ചോ എന്നുള്ളത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മളിവിടെ പരാമർശിച്ചിരിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഏറ്റവും വലിയ ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും നോക്കണ്ട. ഈ സർക്കാരിന്റെ കാലത്തുള്ള ഏറ്റവും വലിയ അഴിമതിയുടെ കേന്ദ്രം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ്. അത് ഞാൻ പറയുന്നതല്ല, ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. സ്വജനപക്ഷപാതത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ന്യൂനപക്ഷ വിഭാഗങ്ങൾ, 5 വിഭാഗങ്ങളുണ്ട് കേരളത്തിൽ. അതിന് പ്രത്യേക ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷത്തിന് മാത്രമായിട്ട് ക്ഷേമ പദ്ധതികൾ മുഴുവൻ വീതം കൊടുത്തിരിക്കുകയാണ്. എന്തേ പണ്ടിത് ക്രിസ്ത്യാനികൾ പറഞ്ഞില്ല എന്നാണ് ഇന്ന് പലരും ചോദിക്കുന്നത്. പണ്ടിതൊക്കെ കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സമുദായം തീരെഴുതിയെടുത്തിരിക്കുകയാണ്. സർക്കാർ ഖജനാവിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനുള്ള പണം മുഴുവൻ എന്നുള്ളത് വ്യക്തമായി. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്തു. ക്ഷേമ പദ്ധതികൾ ഒന്നടങ്കം ഒരു വിഭാഗത്തിനായിട്ട് അവർ പറയുന്ന ന്യായം എന്താണ്? സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഇത് പറഞ്ഞിട്ടുണ്ട്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ ബംഗാള്, ബീഹാർ, ഗുജറാത്ത്, UP ഈ 4 സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ മുസ്ലിം സമുദായത്തിന്റെ ജീവിത രീതി ഞങ്ങൾ പഠിച്ചാണ് ഈ റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത്. ആ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾ, മുസ്ലിം സമുദായ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ രാജ്യത്തിന്റെ പോളിസിയായിട്ട് കോൺഗ്രസ് സർക്കാരാണ് നടപ്പിലാക്കിയത്. 1992 ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടപ്പോൾ അതിന് മൗനസമ്മതം മൂളിയവര്, അതിനൊരു ബദൽ സംവിധാനമായിട്ട് ഒരു സമുദായത്തെ പീഡിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമല്ലേ ഈ സച്ചാർ കമ്മിറ്റിയും അതിന് ശേഷം വന്നിരിക്കുന്ന ക്ഷേമ പദ്ധതികളും? ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ അത് പാലോളി കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി 2009 ഉണ്ടാക്കി. ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കി.
എന്തൊരാവേശമായിരുന്നു! രാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ കാലത്ത് പോലും മതസംവരണത്തിലൂടെ എല്ലാ സംവരണ മേഖലകളും ക്ഷേമ പദ്ധതികളും അവകാശപ്പെട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമുദായം ഇതാ നിയമനിർമ്മാണത്തിലൂടെ പ്രത്യേക വകുപ്പിലൂടെ മൊത്തം ഹോൾസെയിലായിട്ട് അത് നേടിയെടുത്തോണ്ട് പോകുന്നു. ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾ വർഗീയവാദികളായി. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കപ്പെടുന്നു, നീതി ലഭിക്കുന്നില്ല, തുല്യനീതി വേണം എന്ന് ക്രൈസ്തവ സമുദായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സമുദായം വർഗീയവാദികളായി. ഈ കഴിഞ്ഞ സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു തെറ്റ് ന്യൂനപക്ഷ ആക്ട് തന്നെ ഭേദഗതി ചെയ്തു. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനുണ്ട്, 2 അംഗങ്ങളുണ്ട്. ചെയർമാൻ ഏത് മതവിഭാഗത്തിൽ നിന്നായിരിക്കുന്നുവോ മറ്റൊരു മതവിഭാഗത്തിൽ നിന്ന് വേണം ഒരു കമ്മീഷൻ അംഗം. ആ മറ്റൊരു മാറ്റി ഒരു എന്നാക്കി. ആർജവമുണ്ടോ അടുത്ത സർക്കാരിന് ഈ തിരുത്തലുകൾ പിന്നെയും ഒന്നുകൂടെ തിരുത്തി പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ? ആർജവമുണ്ടോ വരാൻ പോകുന്ന സർക്കാരിന് 80-20 എന്ന് പറയുന്ന നീതി കേടിന്റെ ഉദാഹരണമായ ആ അനുപാതം തിരുത്തുവാന് തുല്യ പരിഗണന നൽകുവാൻ സാധിക്കുമോ? കേരളത്തിലെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് നടപ്പിലാക്കുന്ന കോച്ചിങ് സെന്ററുകളുണ്ട്. ഈ കോച്ചിങ് സെന്ററുകളെല്ലാം ഒരു മതവിഭാഗത്തിനാണ്. അപ്പോഴും പറഞ്ഞ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് 2006 നവംബർ മാസം 30-ാം തീയതിയാണ്. 2005 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് കേന്ദ്ര സർക്കാർ ന്യൂനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. ആ പദ്ധതികളിലെ പോലും അർഹതയുള്ള വിഹിതങ്ങള് കർണാടകം, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ മാന്യമായിട്ട്, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നു എന്നുള്ളതല്ല, മാന്യമായിട്ട് എല്ലാ വിഭാഗങ്ങൾക്കും കൂടി തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുമ്പോഴേ കേരളത്തിൽ ഇത് മുഴുവൻ ഹോൾസെയിലായിട്ട് ഒരു സമുദായം ഏറ്റെടുക്കുന്നത് തെറ്റല്ലേ? അതിനുള്ള തിരുത്തൽ നടത്തുവാൻ ഈ വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അതിനെ ക്രൈസ്തവ സമൂഹത്തിന് പിന്തുണയ്ക്കാനാവുകയുള്ളൂ. ഈ ഗവൺമെന്റ് ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്, ക്രൈസ്തവ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി ജസ്റ്റിസ് വി കമ്മീഷൻ. പിന്നോക്കാവസ്ഥയല്ല ന്യൂനപക്ഷ അവകാശം, ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ. അത് തന്നെ ഒന്ന് മനസ്സിലാക്കണം. പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കുവാനും പ്രവർത്തിക്കാനും പിന്നോക്ക കമ്മീഷനുണ്ട്, പിന്നോക്ക വകുപ്പുണ്ട്, പിന്നോക്ക സേവന വകുപ്പുണ്ട്. ന്യൂനപക്ഷം എന്ന് പറയുന്നത് അതിന്റെ ആ വാക്കിൽ തന്നെ അർത്ഥമുണ്ട്. ഐക്യരാഷ്ട്രസഭയും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജനസംഖ്യ കുറഞ്ഞ വിഭാഗങ്ങൾ. ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾക്കല്ലേ ക്ഷേമ പദ്ധതികൾ വേണ്ടത്? 14% 30% വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തിന് മൊത്തം ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ എല്ലാം മൊത്തമായിട്ട് കൊടുക്കുന്നത് ശരിയാണോ? 25% 18% ഒരു ജനവിഭാഗത്തിനല്ലേ ക്ഷേമ പദ്ധതികൾ വേണ്ടത്? അങ്ങനല്ലേ ജിയോ പാഴ്സി എന്ന് പറഞ്ഞ ക്ഷേമ പദ്ധതി കേന്ദ്ര സർക്കാർ പാഴ്സി സമൂഹത്തിന് വേണ്ടി നടത്തിയത്? ക്രൈസ്തവർക്ക് കേരള സംസ്ഥാനത്ത് തുല്യനീതി നടപ്പിലാക്കുവാൻ മാറി മാറി ഭരിച്ച സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല. ഇതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഈ മാറ്റങ്ങള്, ഈ യാഥാർത്ഥ്യങ്ങൾ സർക്കാരുകൾ, വരും സർക്കാർ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ റെലവെന്റ് ആണ് ശ്രീ വി സി സെബാസ്റ്റ്യൻ അങ്ങയുടെ ആർഗ്യുമെന്റ്സ്. ഈ പറയുന്ന ന്യൂനപക്ഷ സംവരണം നമ്മുടെ തൊഴിലിടങ്ങളിലാകാം, വിദ്യാഭ്യാസത്തിലാകാം, സ്കോളർഷിപ്പുകളിലാകാം, എല്ലാ സ്ഥലങ്ങളിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് മാത്രം പ്രാതിനിധ്യം കിട്ടുന്ന ഒരു ന്യൂനപക്ഷ സംവരണമാണോ, ന്യൂനപക്ഷ സപ്പോർട്ടാണോ ഗവൺമെന്റ് ചെയ്യേണ്ടത്? ശ്രീ ജോർജ് കള്ളിവേയിൽ, എന്താണ് താങ്കളുടെ ഒരു തോന്നൽ അതിൽ? ഞാൻ എന്റെ പ്രിയ സുഹൃത്ത് വി സി സെബാസ്റ്റ്യൻ പറഞ്ഞ 90% കാര്യങ്ങളോട് യോജിക്കുകയാണ്. കാരണം അതാണ് അതിന്റെ കാര്യം. അത് ഇവിടെ കേരളത്തില് ഇടതുപക്ഷം ഭരിച്ചപ്പോഴും വലതുപക്ഷം ഭരിച്ചപ്പോഴും ഇത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തുല്യമായി അർഹതപ്പെട്ട രീതിയിൽ അവരുടെ ജനസംഖ്യാനുപാതികമായി വിഭജിച്ച് നൽകേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ അത് ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷത്തിന് മാത്രമായി കൊടുത്തതില് ഇടതുപക്ഷ സർക്കാരിനും UDF സർക്കാരിനും ഒരുപോലെ അതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം 5 മന്ത്രിയും അതേ തുടർന്നുള്ള വിവാദങ്ങളും UDFന്റെ കാലത്ത് നമുക്കറിയാം. പ്രധാനപ്പെട്ട വകുപ്പുകൾ വ്യവസായവും പൊതുമരാമത്തും, ആ പൊതുമരാമത്തിലൊക്കെ ഉണ്ടായ അഴിമതികൾ അതെല്ലാം കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് ഷാജി സംസാരിച്ചത്. അത് രാഷ്ട്രീയമായി സംസാരിക്കുന്നത്. എനിക്കിതിനകത്ത് രാഷ്ട്രീയമില്ല. ഇവിടെ ഏത് പാർട്ടി ഭരിച്ചാലും, കേന്ദ്രത്തിൽ BJP ഭരിച്ചപ്പോഴും കോൺഗ്രസ് ഭരിച്ചപ്പോഴും
കേരളത്തിൽ UDF ഭരിച്ചപ്പോഴും LDF ഭരിച്ചപ്പോഴും ന്യൂനപക്ഷങ്ങളെയും ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലായി, ന്യൂനപക്ഷങ്ങളിലെ ക്രൈസ്തവർ കൂടുതലായി ഉള്ള അവർക്ക് കാർഷിക മേഖലയിലും കടുത്ത അവഗണനയും കടുത്ത വിവേചനവും ഉണ്ടായി എന്നതാണ് അതിന്റെ സത്യം. അത് ഇനി അടുത്ത ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇതിനു വേണ്ടി പോരാടേണ്ടതുണ്ട്. അതിനാൽ ഞാൻ പറയുന്നത് വെറും കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്ത് കിടന്ന് ഒരു സമുദായത്തിന്റെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന നേതാക്കളെ കണ്ടെത്തുകയും അവർക്ക് പിന്തുണ കൊടുക്കുകയും അത് രാഷ്ട്രീയമായ നിലപാടുകൾ എടുക്കുമ്പോൾ വെറും വോട്ട് ബാങ്ക് മാത്രമായി മാറാതെ, ആർക്കെങ്കിലും തീരെഴുതി കൊടുക്കുന്ന വോട്ട് ബാങ്കായി മാറാതെ കൃത്യമായ വിവേചന ബുദ്ധിയോടുകൂടി ക്രൈസ്തവ സമൂഹത്തിന് നട്ടലോടുകൂടി നീർത്തുനിന്ന് നീതിപൂർവമായ കാര്യങ്ങൾ, ഒരനീതിയും വേണ്ട, ഒരു തെറ്റും വേണ്ട, അത് നേടിയെടുക്കാൻ കഴിയുന്ന ഗവൺമെന്റുകൾ ഇവിടെ ഉണ്ടാവണം. അതിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രാഷ്ട്രീയ നേതാക്കളെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഇതിനായി സഭയുടെ അൽമായരും ഒക്കെ കൂടുതൽ ഇക്കാര്യത്തിൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അത് ഇപ്പോൾ പോകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇടതുപക്ഷത്ത് അല്ല വലതുപക്ഷത്ത് കുറച്ചുപേര് BJP-യിൽ എല്ലാം അടിമത്തം സ്വീകരിച്ചിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ അടിമത്തം ഉപേക്ഷിച്ചിട്ട് യാഥാർത്ഥ്യബോധത്തോടുകൂടി ശരിയും തെറ്റിനെയും നിർവചിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുന്ന മുന്നണിയിലെ തെറ്റുകൾക്കെതിരെ പോരാടാൻ കഴിയേണ്ടതുണ്ട്. അതാണ് VC സെബാസ്റ്റ്യൻ അവിടെ സൂചിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അവസാനമായി ശ്രീ ജോർജ് കുട്ടി അഗസ്ത്യയിലേക്ക്, താങ്കൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു പാർട്ടിയുടെ ഭാഗമായിരിക്കുന്നു, ഒരു മുന്നണിയുടെ ഭാഗമായിരിക്കുന്നു. സാധാരണക്കാരായ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന ഈ ചലഞ്ചസ്, ഈ ന്യൂനപക്ഷ ക്ഷേമം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹമായി ക്രിസ്ത്യൻ സമൂഹം മാറുന്ന ഒരു തിരിച്ചറിവ്, ഈ ന്യൂനപക്ഷത്തിലെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി ക്രിസ്ത്യാനികൾ മാറുന്ന ഈ കാലത്ത് താങ്കളുടെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണി ഭരണത്തിൽ വരുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് പുതുതായി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത്? ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള എല്ലാ ആശങ്കകളും പരിഹരിക്കപ്പെടേണ്ടതാണ്, യാതൊരു സംശയവുമില്ല. വളരെ വ്യക്തമായിട്ട് പറയാം. നമുക്കറിയാം, ഇന്ന് മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്ക അവസ്ഥയിലുള്ളവർക്കുള്ള സംവരണം കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമാണത്. അത് കേന്ദ്ര നിയമത്തിന്റെ കീഴിലുള്ളതാണ്. പക്ഷെ അത് നടപ്പാക്കാൻ വളരെ വൈകിപ്പോയി. പക്ഷെ അത് ഈ ഗവൺമെന്റ് നടപ്പാക്കി. ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ ഒരു വിഭാഗത്തിനും, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാകാം മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കാകാം, ആർക്കും ഒരു അരക്ഷിതത്വം ഉണ്ടാകാൻ പാടില്ല, ഒരു സുരക്ഷിതത്വമില്ലായ്മ ഉണ്ടാകാൻ പാടില്ല. ഭരണഘടന ഉറപ്പാക്കുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നിലനിൽക്കുന്ന എങ്ങനെ 1000 ജാതി 10,000 ഗോത്രങ്ങൾ, പല ഭാഷകൾ, വൈവിധ്യങ്ങളുണ്ട്. പക്ഷെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ സംവരണമുണ്ട്, പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സംവരണമുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്, ഭരണഘടന ഉറപ്പാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നിർത്തുന്നു. അതുകൊണ്ടാണ് പലതും നിലനിന്ന് പോകുന്നത്. അതൊപ്പം നിലനിർത്തിക്കൊണ്ട് തന്നെ നാം ഈ കേരളത്തിൽ പ്രത്യേകമായി എന്തെങ്കിലും അസ്വസ്ഥതകൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചില നീതികേടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു, യാതൊരു സംശയവുമില്ല. അത് മാറ്റം വരുത്തേണ്ടിയിരിക്കും. അതിനകത്ത് ശക്തമായ ഇടപെടലുകളും ശ്രദ്ധയും കരുതലും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം, ഒരു നീതിബോധമുള്ള ഒരു ഭരണാധികാരി, അത് മുഖ്യമന്ത്രി തന്നെ വകുപ്പേറ്റെടുക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. നീതിബോധത്തോടുകൂടി എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്ന, സമഭാവനയോടുകൂടി കാണുന്ന, ജനസംഖ്യാ അനുപാതത്തിൽ അവകാശങ്ങൾ പങ്കുവെച്ചു കൊടുക്കുക, ആനുകൂല്യങ്ങൾ പങ്കുവെച്ചു കൊടുക്കുക. ശ്രീ ജോർജ് കള്ളവിൽ പത്രപ്രവർത്തകൻ പറഞ്ഞത് ഒരു പ്രധാന പോയിന്റാണ്. ജനസംഖ്യാ അനുപാതത്തിൽ പങ്കുവെക്കപ്പെട്ട ആർക്കും തർക്കങ്ങളില്ല. ഇത് കൃത്യമായ വിവരങ്ങൾ. പിന്നെ ഓരോ വിഭാഗത്തിന്റെയും പിന്നോക്കാവസ്ഥയും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രത്യേക കമ്മീഷൻ ഉണ്ടാകുന്നത് അത് നല്ലതാണ്. പക്ഷേ കമ്മീഷനുകൾ ഉണ്ടായി അതിന് തീരുമാനം വരുമ്പോഴേക്ക് കാലങ്ങൾ മുന്നോട്ട് പോകും. പക്ഷെ നിലവിൽ നിലനിൽക്കുന്ന സംവിധാനം ആ തുല്യനീതി ഉറപ്പാക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉറച്ച നിലപാട്. അതിനുവേണ്ടി പ്രവർത്തിക്കും, യാതൊരു സംശയവുമില്ല. ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോകുക. കാരണം എല്ലാവർക്കും ആരെയും ഒരു അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടല്ല, ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടോ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടോ അല്ല, എല്ലാവർക്കും ഉറപ്പാക്കേണ്ട തുല്യനീതി അത് നടപ്പാക്കാൻ വേണ്ടുന്ന കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് വ്യക്തമായ നിലപാട്. നമ്മുടെ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ധാരാളം വിഷയങ്ങൾ ഇനിയും ചർച്ച ചെയ്യാറുണ്ട്. ദളിത് ക്രൈസ്തവർ അനുഭവിക്കുന്ന വിവേചനം, ഇവിടെ നിന്ന് വിദ്യാഭ്യാസത്തിന് ശേഷം വിദേശത്തേക്ക് കടന്നു പോകേണ്ട ചെറുപ്പക്കാരുടെ നമ്പർ, അവിടുന്ന് തിരിച്ചു വരുന്ന ആളുകളുടെ അരക്ഷിതാവസ്ഥ, ധാരാളം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്നാലും നമ്മളിത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് 2 നേതാക്കളോടും ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. ന്യൂനപക്ഷം, പ്രത്യേകിച്ച് ക്രൈസ്തവർ നിങ്ങളുടെയൊക്കെ അജണ്ടയുടെ ഭാഗമാണ്, അവരുടെ ഉന്നമനം നിങ്ങളുടെയൊക്കെ താല്പര്യങ്ങളുടെ ഭാഗമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ പ്രകടന പത്രികയിലൊന്നും ഇത്തരം വിഷയങ്ങളിലെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചകൾ പോലും ഞങ്ങൾ കാണുന്നില്ല.
ശ്രീ ഷാജി, ഞങ്ങൾക്ക് എങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും നിങ്ങൾ പറയുന്ന വാക്ക് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഒരു വാക്കായിട്ട് പോലും ആഡ് ചെയ്യപ്പെടാത്ത ഈ ക്രൈസ്തവരെ പോലെയുള്ള ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ അല്പം കൂടെ ബെറ്ററായ, കുറച്ചും കൂടെ സാധ്യതകളുള്ള, കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള ഒരു ഭരണം ഉണ്ടാകുമെന്ന് നിങ്ങളുടെ അജണ്ടകളിൽ പോലും പെടാത്ത ഒരു കാര്യമായിരിക്കെ ഇത് ഞങ്ങൾ എങ്ങനെ പ്രതീക്ഷിക്കും? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഭാരതത്തില് സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരതത്തില് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് ഭരണഘടനാപരമായ അവകാശമാക്കി മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ന്യൂനപക്ഷങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ടാണ് ഭരണഘടനയിൽ അത് എഴുതി വെച്ചത്. ആ ഭരണഘടനാ ശില്പികളുടെ മനസ്സിലുള്ള അവരെ ഇന്റൻഷൻ തന്നെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നാണ്. കോൺഗ്രസ് പാർട്ടിയും UDF-ഉം എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങളുടെ എല്ലാ വിഷമങ്ങളും, പ്രശ്നങ്ങളും, പ്രയാസങ്ങളെയും വളരെ ശക്തമായ രീതിയിൽ അവരുടെ കൂടെ നിന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ പേരിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയും കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെയും വളരെയധികം ഹൃദയപൂർവ്വം കോൺഗ്രസും UDF-ഉം സഹായിച്ചു എന്നുള്ള പരാതി പോലും പല ഘട്ടങ്ങളിലും കോൺഗ്രസ് പാർട്ടി ഏറ്റുവാങ്ങിയുള്ള പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും കോൺഗ്രസിന് അധികാരത്തിന്റെ ഈ കേന്ദ്രത്തിലൊക്കെ അധികാരം നഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങളിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം ന്യൂനപക്ഷങ്ങളെ അമിതമായി സഹായിക്കും എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ന്യൂനപക്ഷങ്ങളെ എന്ന് പറയാൻ പറ്റുമോ? പറ്റുമായിരിക്കും അല്ലേ? ന്യൂനപക്ഷങ്ങൾ തന്നെയാണ്, അതിൽ തർക്കമില്ല. അത് നമുക്ക് അതിനെ വേറെ രീതിയിൽ ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ ചകഞ്ഞു നോക്കാം. പക്ഷെ ന്യൂനപക്ഷങ്ങളെ തന്നെയാണ് സഹായിച്ചത്. അത് പല ഘട്ടങ്ങളിൽ, ഞാൻ ഓരോന്നായി പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. വിദ്യാഭ്യാസപരമായ വിഷയങ്ങൾ വന്നപ്പോഴും കേരളത്തിലെ വിദ്യാഭ്യാസ വിഷയങ്ങൾ വന്നപ്പോഴും ആ കാലഘട്ടത്തിലൊക്കെ കോൺഗ്രസ് തന്നെയാണ് സഹായിച്ചത്, UDF ആണ് സഹായിച്ചത്. എന്നാൽ EMS സർക്കാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയമൊന്നും മറന്നു പോകരുത് നിങ്ങള്. അപ്പോ എല്ലാ കാലഘട്ടവും UDF തന്നെയാണ് ആ ന്യൂനപക്ഷം സഹായിച്ചത്. ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ വിഷമങ്ങളൊക്കെ സെബാസ്റ്റ്യൻ സാർ കൃത്യമായിട്ട് പറഞ്ഞു. അദ്ദേഹം ആശങ്കകൾ പറഞ്ഞു. UDF സർക്കാർ വരുമ്പോ എല്ലാ സമുദായത്തിനെയും തുല്യനീതി നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാ സമുദായത്തിനും സംരക്ഷണം നൽകണം, അവർക്ക് ആശങ്കകൾ അകറ്റണം. അതിനുള്ള നടപടികളുമായി UDF മുന്നോട്ട് പോകും. യാതൊരു സംശയം വേണ്ട. UDF-നും കോൺഗ്രസിനും മാത്രമേ ഇന്ത്യയിലെ ജനങ്ങളെ ഒരേ കണ്ണിലൂടെ ഒരേപോലെ കാണാൻ സാധിക്കുകയുള്ളൂ. വേറെ പല പ്രസ്ഥാനങ്ങളും പല രീതിയിലാണ് കാണുന്നത്. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിക്കുന്ന UDF തന്നെയാണ് എല്ലാ സമുദായത്തിനെയും, എല്ലാ മതങ്ങളെയും, എല്ലാ ജനങ്ങളെയും ഒരേപോലെ കാണാൻ സാധിക്കുന്നത്. ഒരു സംശയമില്ല. UDF വരുമ്പോ ന്യൂനപക്ഷങ്ങളിൽ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിനുള്ള വേദനകളും ആശങ്കകളും എല്ലാം പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവും. യാതൊരു സംശയമില്ല. ഒരു പുതിയ ലോകം, ഒരു പുതിയ സാധ്യതകൾ, അല്പം കൂടെ പരിഗണിക്കപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, സമൂഹത്തിൽ കുറച്ചും കൂടെ സാധ്യതകളുള്ള ചെറുപ്പക്കാരുടെ തിരിച്ചുവരവ്, ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ, സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഹറാസ്മെന്റ് ഇല്ലാത്തൊരു സമൂഹം, ദളിതരായിട്ടുള്ള ക്രൈസ്തവരെ അംഗീകരിക്കുന്ന ഒരു സമൂഹം, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുടെ ഉത്തരമാണ് ഒരുപക്ഷെ അടുത്ത ഗവൺമെൻറ്. 2 പാർട്ടികൾക്ക് ഞങ്ങളുടെ ആശംസകൾ നേരുന്നു. ആര് ഭരണത്തിൽ വന്നാലും ജനക്ഷേമോന്മുഖമായ, സമൂഹത്തിലെ ആളുകളുടെ ജീവിതത്തിന് കുറച്ചും കൂടി ജീവിക്കാൻ കുറച്ചുകൂടി അവസരങ്ങൾ നൽകുന്ന, അല്പം കൂടെ കൂടുതൽ തൊഴിലവസരങ്ങളുള്ള, പരസ്പര സ്നേഹത്തോടുകൂടിയും സാഹോദര്യത്തോടെയും കടന്നു ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹമായിട്ട് ഈ നാടിനെ വളർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ VC സെബാസ്റ്റ്യൻ, ശ്രീ ജോർജ് കള്ളിവയലിൽ, അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, ശ്രീ ജോർജ് കുട്ടി അഗസ്തി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.